ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. 2018 മുതൽ അർജന്റീനയുടെ മുഖ്യ പരിശീലകനായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ലയണൽ സ്കലോണി. 2022 വേൾഡ് കപ്പ് അർജന്റീനക്ക് നേടിക്കൊടുക്കാൻ കഴിഞ്ഞതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ നേട്ടം. പിന്നീട് അദ്ദേഹത്തിന്റെ കോൺട്രാക്റ്റ് അർജന്റീന പുതുക്കി. അങ്ങനെ 2026 വേൾഡ് കപ്പ് വരെയാണ് അദ്ദേഹത്തിന്റെ കോൺട്രാക്റ്റ് ഇപ്പോൾ അവശേഷിക്കുന്നത്. ഈ വേൾഡ് കപ്പോട് കൂടി അദ്ദേഹത്തിന്റെ കരാർ പൂർത്തിയാകും. പക്ഷെ ആ കോൺട്രാക്റ്റും പുതുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള വളരെ ശുഭകരമായ വാർത്തയാണ് അർജന്റീനയുടെ ക്യാമ്പിൽ നിന്നും ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ESPN അർജന്റീനയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 2031 വരെയുള്ള പുതിയ കരാറിൽ ഒപ്പുവെക്കാൻ ഇപ്പോൾ സ്കലോണി തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും സ്കലോണിയും തമ്മിൽ വെർബൽ അഗ്രിമെന്റിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് ESPN അർജന്റീന റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് 2030 വേൾഡ് കപ്പിലും സ്കലോണി തന്നെയായിരിക്കും അർജന്റീനയുടെ പരിശീലകൻ എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാവുകയാണ്. 2031 വരെ അർജന്റീന ടീമിനോടൊപ്പം സ്കലോണി ഉണ്ടാകും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി ഇക്കാര്യത്തിൽ ഒഫീഷ്യൽ സ്ഥിരീകരണങ്ങൾ വരേണ്ടതുണ്ട്. അത് വേൾഡ് കപ്പിന് ശേഷം മാത്രമായിരിക്കും വരിക. ഏതായാലും സ്കലോണിക്ക് കീഴിൽ 99 മത്സരങ്ങളാണ് അർജന്റീന കളിച്ചിട്ടുള്ളത്. അതിൽ 72 വിജയങ്ങൾ നേടാൻ അർജന്റീനക്ക് സാധിച്ചിട്ടുണ്ട്. 18 സമനിലകൾ വഴങ്ങി. കേവലം 9 തോൽവികൾ മാത്രമാണ് വഴങ്ങിയിട്ടുള്ളത്. 206 ഗോളുകൾ നേടി. 50 ഗോളുകൾ മാത്രമാണ് വഴങ്ങിയിട്ടുള്ളത്. ഒരു വേൾഡ് കപ്പ് നേടി. തുടർച്ചയായി 2 കോപ്പ അമേരിക്ക കിരീടങ്ങൾ നേടാൻ കഴിഞ്ഞു. ഒരു ഫൈനലിസിമ നേടി. കൂടാതെ 36 മത്സരങ്ങളിൽ പരാജയപ്പെടാതെ ഒരു അപരാജിത കുതിപ്പ് നടത്തി എന്നുള്ളതാണ്. 65 താരങ്ങൾ ഇദ്ദേഹത്തിന് കീഴിൽ അരങ്ങേറ്റം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉറുഗ്വേയിൽ 12 വർഷത്തിന് ശേഷം വിജയിച്ചു. വെനസ്വേലയിൽ 14 വർഷത്തിന് ശേഷം വിജയിച്ചു. ബൊളീവിയയിൽ 15 വർഷത്തിന് ശേഷം വിജയിച്ചു. പെറുവിൽ 16 വർഷത്തിന് ശേഷം വിജയിച്ചു. അതുപോലെ തന്നെ ബ്രസീലിൽ ആദ്യമായി കൊണ്ട് സൗത്ത് അമേരിക്കൻ യോഗ്യതാ മത്സരങ്ങളിൽ വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത നേട്ടങ്ങൾ അർജന്റീനയിൽ വരിച്ച ഒരു പരിശീലകനാണ് സ്കലോണി. അദ്ദേഹം ഇനിയും ദീർഘകാലം അർജന്റീന ടീമിനോടൊപ്പം ഉണ്ടാകും എന്ന ഹാപ്പി ന്യൂസ് ആണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.